Guten Morgen. ഗുട്ടൻ മോർഗൻ രഞ്ജു. നമുക്ക് ബാക്കിയുള്ളവരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. Okay. മാം, ഈ സോയുടെ മീനിങ് മെയിൻ മീനിങ് വരുന്നത് ഓൾസോ ആണോ, ലൈക്ക് ആണോ, മച്ച് ആണോ, ഏതാണ് കറക്റ്റ്? ഏതിൻ്റെതായിരുന്നു? സോ എന്നുള്ളതോ? കറക്റ്റ് ആണോ മാഡം? സോ ഉള്ളതിന് ഒരുപാട് മീനിങ് വരുന്നുണ്ട്. ഓൾസോ എന്നുള്ളതാണ് മെയിൻ മീനിങ്. സോ എന്നുള്ളതിന് 3-4 മീനിങ് വരുന്നുണ്ട്. സോ എന്നുള്ളതിന് സോ എന്നുള്ള മീനിങ് ഉണ്ട്, അതേപോലെ തന്നെ ഓൾസോ എന്നുള്ള മീനിങ് ഉണ്ട്, ആൻഡ് ഇഫ് എന്നുള്ള മീനിങ്ങും വരുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേണേലും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയിട്ട്. ഓക്കെ രഞ്ജു, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ടുഡേ സെഷൻ. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുന്നുണ്ടാവും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ആണ് ഗേനിറ്റീവ് കേസ്. നമുക്കറിയാം ജർമ്മനിൽ നമുക്ക് 4 കേസസ് ആണുള്ളത്. ഏതൊക്കെയായിരുന്നു? നോമിനാറ്റീവ്, അക്യൂസാറ്റീവ്, ഡാറ്റീവ്, ഗെനിറ്റീവ്. ഇത് 4ആണ് നമ്മൾ ജർമ്മനിലെ 4 കേസസ്. ഇതിൽ നോമിനാറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നോമിനാറ്റീവ്? ഒരു പേഴ്സണെ പറയുന്നത്, സബ്ജക്റ്റിനെ, ഒരു സെന്റൻസിലെ സബ്ജക്റ്റിനെയാണ് നോമിനാറ്റീവ് എന്ന് പറയുന്നത്.
ഇനി ആ അക്വസാറ്റീവ് സബ്ജക്റ്റ്. എന്ന് വെച്ചാൽ എന്തായിരുന്നു? അക്വസാറ്റീവ് എന്ന് പറഞ്ഞാൽ വെർബിന് എന്തായിരുന്നു അക്വസാറ്റീവ്? അക്വസാറ്റീവ് ഫോമില് തന്നെ അതിന് നമ്മൾ പറയുന്ന ഡെഫിനിഷൻ എന്തായിരുന്നു? ഓൾവേസ് അക്വസാറ്റീവ് തന്നെ ആയിരിക്കും. എന്താണ് ഒരു അക്വസാറ്റീവ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ? ഒരു സെന്റൻസിലെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ആയിരുന്നു നമ്മൾ അക്വസാറ്റീവ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡാറ്റീവ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? സോറി, ഒരു സെന്റൻസിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ആയിരുന്നു നമ്മൾ അക്വസാറ്റീവ് എന്ന് പറയുന്നത്. ഡാറ്റീവ് എന്ന് വെച്ചാൽ ഒരു സെന്റൻസിലെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഡാറ്റീവ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓൾറെഡി നമ്മൾ 3 കേസസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് കേസ് ആണ്. ദാറ്റ് ഈസ് ഗെനിറ്റീവ്. എന്താണ് ഗെനിറ്റീവ് എന്നുള്ളതാണ്. ഗെനിറ്റീവ് എന്ന കേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പൊസഷൻ അല്ലെങ്കിൽ ഒരു ബിലോങ്ങിങ് കാണിക്കാനാണ്. ഓക്കെ, ഒരു സാധനത്തിന്റെ പൊസഷനോ അല്ലെങ്കിൽ ബിലോങ്ങിങ്ങോ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കേസാണ് ഗെനിറ്റീവ് എന്നുള്ളത്. നമ്മൾ ഇംഗ്ലീഷിൽ അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യും അല്ലെ? ഈ അപ്പോസ്ട്രോഫി എസിന് പകരം നമ്മൾ ജർമ്മനിൽ യൂസ് ചെയ്യുന്ന കേസാണ് എന്ത്? ഗെനിറ്റീവ്. ജർമ്മനിൽ ഒരിക്കലും നമുക്ക് അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് പകരം നമ്മൾ ഒരു കേസ് യൂസ് ചെയ്യുകയാണ്. ആ കേസാണ് ഇത് ഗെനിറ്റീവ്. ഫോർ എക്സാമ്പിൾ, അപ്പോസ്ട്രോഫി എസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സെന്റൻസ് വിചാരിക്കുക. മൈ ബ്രദേഴ്സ് കാർ. മൈ ബ്രദേഴ്സ് കാർ. ഈ മൈ ബ്രദേഴ്സ് എന്നുള്ള അടുത്ത് അപ്പോസ്ട്രോഫി വന്നു അല്ലെ? ബ്രദേഴ്സ്. ഈ സാധനം നമുക്ക് ഒരിക്കലും ജർമ്മനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ നമ്മൾ വേറൊരു കേസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? മാറ്റി എഴുതാൻ പോവാണ്. അതിന് യൂസ് ചെയ്യുന്ന കേസാണ് ഇത് ഗെനിറ്റീവ് എന്നുള്ളത്. ഈ മൈ ബ്രദേഴ്സ് കാർ എന്നുള്ളത് നമുക്ക് വേറൊരു രീതിയിലും കൂടി എഴുതാം അല്ലെ? മൈ ബ്രദേഴ്സ് കാർ. അത് നമുക്ക് ഓഫ് എന്നുള്ള പ്രപ്പോസിഷൻ യൂസ് എഴുതിയിട്ട് എഴുതാം. എങ്ങനെയായിരിക്കും അപ്പൊ വരിക? മൈ ബ്രദേഴ്സ് കാർ. ദി കാർ ഓഫ് മൈ ബ്രദർ എന്ന് വരും അല്ലെ? ദി കാർ ഓഫ് മൈ ബ്രദർ. സോ നമ്മൾ അപ്പോസ്ട്രോഫി എസ് മാത്രമല്ല, ഓഫ് എന്നുള്ള പ്രപ്പോസിഷനും കൂടി മാറ്റി എഴുതാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഗെനിറ്റീവ് എന്നുള്ള യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാ വന്നേ മനസ്സിലായല്ലോ? അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്ത് വരുന്ന ഒരു സെന്റൻസിനെ നമുക്ക് ഓഫ് കോഴ്സ് ഓഫ് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാൻ പറ്റും. സോ ഈ ഓഫിനെയും അപ്പോസ്ട്രോഫി എസിനെയും മാറ്റി എഴുതാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കേസാണ് ഇത് ഗെനിറ്റീവ് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റത്തെ എക്സാമ്പിൾ ഓർമ്മയുണ്ടല്ലോ? മൈ ബ്രദേഴ്സ് കാർ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. മൈ സിസ്റ്റേഴ്സ് നെയിം. മൈ സിസ്റ്റേഴ്സ് നെയിം. ഇത് ഓഫ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും പറയാം? മൈ സിസ്റ്റേഴ്സ് നെയിം. The sisters of my name. No, അല്ല, my name sister's of name. my sister. Yeah, The the name name of my sister. The name of my sister. So, of my sister എന്നുള്ളിടത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഗെനിറ്റീവ് ആർട്ടിക്കിൾ യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയൊക്കെയാ ഗെനിറ്റീവ് ആർട്ടിക്കിൾ വരുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ആർട്ടിക്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെയാ യൂസ് ചെയ്യുക, എങ്ങനെ എഴുതുക എന്നുള്ള മനസ്സിലാവുള്ളൂ. ഗെനിറ്റീവ് ആർട്ടിക്കിൾ നോക്കിക്കോളൂ. എല്ലാത്തിന്റെയും ഞാൻ കൊടുത്തിട്ടുണ്ട്. ബോത്ത് ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ, ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ, ദീസ് ആൻഡ് പൊസസീവ് പ്രോണോമൻ. എല്ലാത്തിന്റെയും ഒറ്റ ചാർട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ദേർ എന്നുള്ളത് ഗെനിറ്റീവിൽ എന്തായിട്ട് മാറും? മാസ്കുലിനില് ദെസ് എന്നായിട്ട് മാറും. ദേർ എന്നുള്ളത് ദെസ് ആവും. ഫെമിനിനില് ദി എന്നുള്ളത് ദേർ ആവും. നോയ്ത്രൂമില് ദെസ്, പ്ലൂരലില് ദേർ. ഓക്കെ, മാസ്കുലിനില് ദെസ്, ഫെമിനിൻ ദേർ, നോയ്ത്രും ദെസ്, പ്ലൂരൽ ദേർ. ഇനി ഇത് ഉൺബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ആണെങ്കിൽ മാസ്കുലിനിൽ എന്താവും? ഇ എസ് എൻഡിങ് ആയിരിക്കും വരിക, ഐനസ്. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഏതൊരു ആർട്ടിക്കിൾ ആയിക്കോട്ടെ, അത് ഗെനിറ്റീവിൽ വരുമ്പം മാസ്കുലിനിലും നോയ്ത്രൂമിലും ഇ എസ് എൻഡിങ് വരും, ഫെമിനിനിൽ ഇ ആർ എൻഡിങ് വരും. ക്ലിയർ ആയോ? എല്ലാ ആർട്ടിക്കിൾസിലും അങ്ങനെയാണ് വരുന്നത്. മാസ്കുലിനിലും നോയ്ത്രൂമിലും ഇ എസ് എൻഡിങ് ആൻഡ് ഫെമിനിൻ പ്ലൂരൽ ഇ ആർ എൻഡിങ്. സോ ഐൻ എന്നുള്ളത് ഐനസ് ആവും, ഫെമിനിനില് ഐന എന്നുള്ളത് ഐനറാവും, നോയ്ത്രൂമില് ഐൻ എന്നുള്ളത് ഐനസ് ആവും. ഇനി ദീസ് എങ്ങനെ വരും? മാസ്കുലിനില് ദീസസ്, ഫെമിനിൻ ദീസർ, നോയ്ത്രും ദീസസ്, പ്ലൂരൽ ദീസർ. മൈൻ എന്നുള്ളത് മാസ്കുലിൻ മൈനസ്, ഫെമിനിൻ മൈനർ, നോയ്ത്രും മൈനസ്, പ്ലൂരൽ മൈനർ. ഇനി ദൈൻ എന്നുള്ളത് മാസ്കുലിൻ ദൈൻ, ഫെമിനിൻ ദൈനർ, നോയ്ത്രും ദൈനസ്, പ്ലൂരൽ ദൈനർ. സൈൻ എന്നുള്ളത് സൈനസ്, സൈനർ,
സൈനസ്, സൈനർ. ഇയർ എന്നുള്ളത് എങ്ങനെ വരും? മാസ്കുലിൻ ഇയറസ്, ഫെമിനിൻ ഇയറർ, നോയ്ട്രും ഇയറസ്, പ്ലൂറൽ ഇയറർ. ഉൻസർ എന്നുള്ളത് മാസ്കുലിൻ ഉൻസറസ്, ഫെമിനിൻ ഉൻസറർ, നോയ്ട്രും ഉൻസറസ്, പ്ലൂറൽ ഉൻസറർ. ഓയർ എന്നുള്ളത് മാസ്കുലിൻ ഓയറസ്, ഫെമിനിൻ ഓയറർ, നോയ്ട്രും ഓയറസ്, പ്ലൂറൽ ഓയറസ്. ഓയറർ. ഓക്കെ, അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അവിടെ ഓയറർ ആണ് കേട്ടോ, ഓയറസ് അല്ല. പ്ലൂറലിന്റെ അവിടെ ഓയറർ. ഒന്ന് നിങ്ങൾ എഴുതുമ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യുക, ഓയറർ. യാ, സോ ഈ ഒരു രീതിയിലാണ് എന്ത് വരുന്നത്? ആർട്ടിക്കിൾസ് വരുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ആർട്ടിക്കിൾ ഓരോ സെന്റൻസിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കാം. മൈ ഫാദേഴ്സ് നെയിം ഈസ് രാജു എന്നാണ് വരുന്നത്. ഈ സെന്റൻസ്, ഈ മൈ ഫാദേഴ്സ് നെയിം എന്നുള്ളത് ഓഫ് വെച്ചിട്ടൊന്ന് പറഞ്ഞേ. The name of my father is Raju. The name of my father is രാജു എന്ന് വരും. ഓക്കെ, ഇനി ഈ സെന്റൻസ് നമ്മൾ ആദ്യം ഓഫ് വെച്ചിട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോവാണ്. ഓഫ് എന്നുള്ളതിന് ജർമ്മനിൽ ഏത് പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യുക? ഓഫ് ഫോൺ ആണോ? ഫോൺ എന്ന പ്രപ്പോസിഷൻ. ഫോൺ ഏത് പ്രപ്പോസിഷനാ? പൊസസീവ് ആണോ? ഏത് പ്രപ്പോസിഷനാ? അക്വസാറ്റീവ് ആണോ ഡാറ്റീവ് ആണോ? അക്വസേറ്റീവ് അല്ലേ? ആണോ? ഒന്ന് നോക്കി കൺഫേം ചെയ്തിട്ട് പറയൂ. ഫോൺ ഡാറ്റീവ്. ഡാറ്റീവ് പ്രപ്പോസിഷൻ ആണ്. സോ ഫോണിന് ശേഷം വരുന്ന ഒബ്ജക്റ്റ് ഒക്കെ എന്തായിട്ട് മാറും? ഡാറ്റീവ് ആയിട്ട് മാറും. ഡാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ നമുക്ക് ദ നെയിം ഓഫ് മൈ ഫാദർ ഇസ് രാജു, അതൊന്ന് ജസ്റ്റ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. അപ്പൊ എങ്ങനെയായി മാറും? നെയിമിന് നമ്മൾ ദേ നാമ എന്ന് പറയും, ഫാദർ ഇസ് ദേ ഫാദർ, സോ ഇറ്റ് വിൽ ബി ദേ നാമ ഫോൺ. ഫോൺ കഴിഞ്ഞ മൈൻ എന്ന് വരേണ്ടത് എന്തായി മാറും? മൈനം ആയി മാറും അല്ലെ, ഡാറ്റീവ് ആയില്ല അവിടെ. ദേ നാമ ഫോൺ മൈനം ഫാദർ ഇസ് രാജു. ദേ നാമ ഫോൺ മൈനം ഫാദർ ഇസ് രാജു. ഇനി ഈ ഫോൺ മൈനം ഫാറ്റർ എന്നുള്ളത് നമ്മൾ എന്താക്കി മാറ്റാണ്? ഗെനിറ്റീവ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ ഗെനിറ്റീവ് ആർട്ടിക്കിൾ കൊടുക്കാൻ പോവാണ്. സോ നമ്മൾ എന്താ നോക്കണ്ടേ? ഫാത്തർ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗെനിറ്റീവ് കൊടുക്കുന്നത്? ഫാറ്റർ എന്നുള്ള നൗണിന് വേണ്ടിയിട്ടാ. ഫാറ്ററിന്റെ ജെൻഡർ എന്താണ്? മാസ്കുലിൻ. ഇനി അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആർട്ടിക്കിൾ ഏതാണ്? ഫാറ്റേഴ്സ്. ഫാദറിന്റെ മുന്നേ ഏതാണ് പൊസസീവ് പ്രോണോമൻ വന്നിട്ടുള്ളത്? മൈ എന്നുള്ളത്. മൈ എന്നുള്ളതാണ്. സോ മൈ എന്നുള്ള നമ്മൾ മാസ്കുലിൻ എങ്ങനെയാ പറയാന്നുള്ളത് നോക്കണ്ട. എങ്ങനെയാ പറയാ ഗെനിറ്റീവിൽ? മൈനസ് എന്ന് വരും. സോ ഇറ്റ് വിൽ ബി their നാമ മൈനസ് ഫാദേഴ്സ് ഇസ് രാജു. their നാമ മൈനസ് ഫാദേഴ്സ് ഇസ് രാജു. മേലെ ഫാറ്റർ എന്നുള്ളതിന് ഇവിടെ താഴെ വന്നപ്പോ ഒരു എക്സ്ട്രാ എസ് വന്നു അല്ലെ. അതെന്തുകൊണ്ടാന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഗെനിറ്റീവ് കേസ് എപ്പോഴും മാസ്കുലിന്റെയും ന്യൂട്രൽ നൗണിന്റെയും കൂടെ യൂസ് ചെയ്യുമ്പോൾ, ഓക്കെ, മാസ്കുലിൻ ന്യൂട്രൽ നൗണിന്റെ കൂടെ നമ്മൾ ഗെനിറ്റീവ് കേസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ നൗണിന് ശേഷം എൻഡിൽ എസ്ഒ അല്ലെങ്കിൽ ഇഎസ്ഒ ആഡ് ചെയ്ത് വെക്കണം. മനസ്സിലായോ? നമ്മൾ ഗെനിറ്റീവ് യൂസ് ചെയ്യുന്നത് മാസ്കുലിനോ അല്ലെങ്കിൽ ന്യൂട്രൽ നൗണിന്റെയോ കൂടെ ആണെങ്കിൽ നമ്മൾ ആ നൗണിൽ ആയിട്ട് എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ആ നൗണിൽ ഒരു വവ്വൽ ഉള്ളൂ എന്ന് വിചാരിക്കുക, ഒറ്റൊരു വവ്വൽ. അങ്ങനെ ഒറ്റൊരു വവ്വൽ ഉള്ളെങ്കിൽ നമ്മൾ ഇഎസ് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ആ ഒരു നൗണിൽ ഒന്നിൽ കൂടുതൽ വവ്വൽ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ലെറ്റർ ആഡ് ചെയ്യുക? എസ് ആഡ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആയോ? മാസ്കുലിനും ന്യൂട്രൽ നൗണിനും നമ്മൾ എൻഡിൽ എസും ഇഎസ്ഒ ആഡ് ചെയ്ത് കൊടുക്കണം. ഒറ്റ വവ്വൽ ആണെങ്കിൽ നമ്മൾ ഇഎസ് ആഡ് ചെയ്ത് കൊടുക്കും. മൾട്ടിപ്പിൾ വവ്വൽ ഉണ്ടെങ്കിൽ നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുക്കും. സോ ഫാറ്റർ എന്നുള്ളത് ഒരു മാസ്കുലിൻ നൗൺ ആണ് അല്ലെ. ഫാറ്റർ എന്നുള്ളതിൽ എത്ര വവ്വൽസ് ഉണ്ട്? ഒന്നുള്ളൂ. രണ്ട് വവ്വൽ ഉണ്ട്. സോ മൾട്ടിപ്പിൾ വവ്വൽസ് ഉണ്ട്. അപ്പൊ നമ്മൾ എസ് ആണോ ഇഎസ് ആണോ ആഡ് ചെയ്ത് കൊടുക്കുക? എസ് ആഡ് ചെയ്ത് കൊടുക്കും. മനസ്സിലായല്ലോ? അത് ഈ ഗെനിറ്റീവ് കേസിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് റൂൾ ആണ്. ഗെനിറ്റീവ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാസ്കുലിനും ന്യൂട്രൽ നൗണിനും എൻഡിലായിട്ട് നമ്മൾ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യും. ഒരു വവൽ ഉള്ളെങ്കിൽ ഇഎസ് ആഡ് ചെയ്യും. മൾട്ടിപ്പിൾ വവൽസ് ഉണ്ടെങ്കിൽ എസ് ആഡ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ മാസ്കുലിനും നോയ്ത്രും.
ഇനി നെക്സ്റ്റ് സെന്റൻസ് വരുന്നത് മൈ സിസ്റ്റേഴ്സ് ന്യൂ കാർ ഇസ് ബ്യൂട്ടിഫുൾ. മൈ സിസ്റ്റേഴ്സ് ന്യൂ കാർ ഇസ് ബ്യൂട്ടിഫുൾ. ഈ മൈ സിസ്റ്റേഴ്സ് ന്യൂ കാർ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഓഫ് വെച്ചിട്ട് എഴുതും? The new car of my sisters is beautiful. ദ ന്യൂ കാർ ഓഫ് മൈ സിസ്റ്റർ ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറയാം നമുക്ക്, അല്ലെ? കാറിന് നമ്മൾ ദസ് ഔട്ടോ എന്ന് പറയും. സിസ്റ്റർ എന്നുള്ളതിന് ദി ഷ്വെസ്റ്റർ എന്ന് പറയും. ബ്യൂട്ടിഫുൾ ഇസ് ഷ്യൂൺ. ഇനി നമ്മൾ ആദ്യം ഓഫ് മൈ സിസ്റ്റർ എന്നുള്ളത് നമ്മൾ ഫോൺ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ എങ്ങനെ വരും? ഫോൺ ദസ് നോയ് ഔട്ടോ ഫോൺ, എന്നിട്ട് നമ്മൾ ഡാറ്റീവ് കേസ് ആണ്. സോ മൈനർ ഷ്വെസ്റ്റർ എന്നുള്ളത് എന്തായിട്ട് മാറും? മൈനർ ഷ്വെസ്റ്റർ ആയിട്ട് മാറും, അല്ലെ? സോ ഇറ്റ് വിൽ ബി ദസ് നോയ് ഔട്ടോ ഫോൺ മൈനർ ഷ്വെസ്റ്റർ ഇസ് ഷോൺ എന്ന് വരും. ദസ് നോയ് ഔട്ടോ ഫോൺ മൈനർ ഷ്വെസ്റ്റർ ഇസ് ഷോൺ. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇനി ഈ ഫോൺ മൈനർ ഷ്വെസ്റ്റർ എന്നുള്ളത് നമ്മൾ എന്താക്കി മാറ്റാൻ പോവാണ്? ഗെനിറ്റീവ് കേസിൽ എഴുതാൻ പോവാണ്. ഗെനിറ്റീവ് കേസിൽ എഴുതുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഷ്വെസ്റ്ററിന്റെ ജെൻഡർ ആണ്. എന്താണ് ജെൻഡർ? Feminine. ഫെമിനിൻ. ഇനി നമ്മൾ ഏത് ആർട്ടിക്കിളിനാണ് കണ്ടെത്തേണ്ടത്? My. മൈ എന്നുള്ളതിന്. സോ ഫെമിനിനിൽ മൈ എങ്ങനെയാ പറയുന്നത് ഗെനിറ്റീവില്? Minor. മൈനർ. ഇനി ഫെമിനിനിൽ നമ്മൾ നൗണിന് എൻഡിങ് കൊടുക്കണോ? Feminine. എസ്ഒ ഇഎസ്ഒ ഫെമിനിന് കൊടുക്കണോ? വേണ്ട. ഏതിന് മാത്രം നമ്മൾ കൊടുക്കുക? Masculine and neutral മാത്രം. വെരി ഗുഡ്. മാസ്കുലിൻ ആൻഡ് നോയിട്രൂമിന് മാത്രം മതി. സോ നമ്മൾ ഫോൺ മൈനർ എന്നുള്ളത് മൈനർ എന്ന ഗെനിറ്റീവ് ആർട്ടിക്കിൾ വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ഇറ്റ് വിൽ ബി ദസ് നോയ് ഔട്ടോ മൈനർ ഷ്വെസ്റ്റർ ഇസ്റ്റ് ഷോൺ. ദസ് നോയ് ഔട്ടോ മൈനർ ഷ്വെസ്റ്റർ ഇസ്റ്റ് ഷോൺ എന്ന് വരും. ഓക്കെ. സോ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഈ രണ്ട് എക്സാമ്പിൾസും ക്ലിയർ ആണോ രണ്ടുപേർക്കും? ഓക്കെ. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ദാറ്റ് ഈസ് ദ എർത്ത്സ് ഷേപ്പ് ഈസ് റൗണ്ട്. ദ എർത്ത്സ് ഷേപ്പ് ഈസ് റൗണ്ട്. ഇത് ഇനി ഓഫ് വെച്ചിട്ടൊന്ന് പറഞ്ഞേ. The shape of the earth is round. The shape of the earth is round എന്ന് വരും. ഓക്കെ. ഇനി ഷേപ്പിന് നമ്മൾ ദി ഗെസ്റ്റാൾട്ട് എന്ന് പറയും. ഗെസ്റ്റാൾട്ട്. എർത്തിന് ദി ഏഡ എന്ന് പറയും. ഏഡ. ആൻഡ് റൗണ്ട് ഇസ് റുണ്ട്. സോ നമ്മൾ അത് ആദ്യം ഫോൺ വെച്ചിട്ട് എഴുതാൻ പോവാണ്. ദി ഏഡ ആണ്. ഫോൺ എന്നുള്ളത് ഡാറ്റീവ് ആണ്. സോ ദി എന്നുള്ളത് എന്തായിട്ട് മാറും? ഡെയർ ഏഡ ആയിട്ട് മാറും. സോ ഇറ്റ് വിൽ ബി ദി ഗെസ്റ്റാൾട്ട് ഫോൺ ദ ഏഡ ഇസ് റുണ്ട്. ദി ഗെസ്റ്റാൾട്ട് ഫോൺ ദ ഏഡ ഇസ് റുണ്ട് എന്ന് വരും. ഇനി നമ്മൾ ഈ ഫോൺ ദേർ ഏഡ എന്നുള്ളത് ഫോൺ ദേർ എന്നുള്ളത് എന്താക്കി മാറ്റാണ്? ഗെനിറ്റീവ് ആർട്ടിക്കിൾ വെച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പോവാണ്. സോ ഏഡയുടെ ജെൻഡർ ഏതാണ്? Plural. Plural. Gender there. ദി ഏഡ എന്നാണ്. സോ ഏതാണ് ഇതിന്റെ ജെൻഡർ? ഫെമിനിൻ. ഫെമിനിൻ. ഇനി സെന്റൻസിൽ ദ എന്നുള്ള ആർട്ടിക്കിൾ ആണ് നമ്മൾ നോക്കേണ്ടത്, അല്ലെ? ദ എന്നുള്ളത് ഫെമിനിനിൽ ദ എന്നുള്ളത് എങ്ങനെയാ വരുന്ന ഗെനിറ്റീവില്? ഫെമിനിൻ ദേർ എന്ന് വരും. സോ ആ സെന്റൻസ് എങ്ങനെയായി മാറും? നമ്മൾ ഫോൺ ദേർ ഏഡ എന്നുള്ളത് ദി ഗെസ്റ്റാൾട്ട് ദ ഏഡ ഇസ് റുണ്ട് എന്നാക്കി മാറ്റും. ദി ഗെസ്റ്റാൾട്ട് ദ ഏഡ ഇസ് റുണ്ട് എന്ന് വരും. ഇതിന്റെ ഫെമിനിൻ ഏതാ മാഡം? നമ്മൾ ഏതിനാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ ഏഡ, ഫോൺ ദ ഏഡ എന്നുള്ളതാണ് ഗെനിറ്റീവിലാക്കാൻ പോകുന്നത്. സോ നമ്മൾ നോക്കേണ്ടത് ഏഡയുടെ ജെൻഡർ ആണ്. ഏഡയുടെ ജെൻഡർ എന്താണ്? ഫെമിനിൻ ആണ്. അത് ഫെമിനിൻ ആണെന്ന് എങ്ങനെ അറിയുന്നത് മാഡം? ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എർത്ത് എന്നുള്ളത് ഒരിക്കലും പ്ലൂറൽ ആവില്ല എന്ന് നമുക്കറിയാലോ. എർത്ത് സിംഗുലർ. സോ ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, ലാസ്റ്റ് വൺ ഈസ് മൈ സൺസ് സ്കൂൾ ഈസ് ഇൻ ബെർലിൻ. മൈ സൺസ് സ്കൂൾ ഈസ് ഇൻ ബെർലിൻ. ഇതിനെ ഓഫ് വെച്ചിട്ടൊന്ന് പറഞ്ഞേ. The school of my son is in Berlin. The school of my son is in Berlin എന്ന് വരും. സ്കൂളിന് നമ്മൾ ദി ഷൂല എന്ന് പറയും. സണ്ണിന് നമ്മൾ ദേ സോൺ എന്ന് പറയും. ദേ സോൺ. ഓക്കെ. സോ നമ്മൾ ആദ്യം ഓഫ് വെച്ചിട്ട് അത് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ
ദേ സോൺ എന്നുള്ളത് ഓഫ് വെച്ച് വരുമ്പോ എന്തായിട്ട് മാറും? മൈ സൺ ആണ് അല്ലെ? മൈനം സോൺ. മൈൻ സോൺ എന്നുള്ളത് മൈനം സോൺ ആയിട്ട് മാറും. സോ ഇറ്റ് വിൽ ബി ദി ഷൂലർ ഫോൺ മൈനം സോൺ ഇസ് ഇൻ ബെർലിൻ. ദി ഷൂലർ ഫോൺ മൈനം സോൺ ഇസ് ഇൻ ബെർലിൻ. ഇനി ഇത് എന്ത് noun ആണ്? ദേ സോൺ എന്നുള്ളത് മാസ്കുലിനിൽ. ഇനി നമ്മൾ നോക്കണം മാസ്കുലിനിലെ മൈൻ എങ്ങനെയാ പറയാന്നുള്ളത്. എങ്ങനെയാ പറയാ? മൈനസ് എന്ന് പറയും. അത് ഫസ്റ്റ് പോയിന്റ്. പിന്നെ മാസ്കുലിൻ നൗൺ ആണ്. സോ നമ്മൾ എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യണം അല്ലെ? സോ ഇവിടെ എത്ര വവൽസ് ഉണ്ട്? ഒന്ന് വന്നാൽ നമ്മൾ എസ് ആണോ ഇ എസ് ആണോ ആഡ് ചെയ്യാം? ഇ എസ് ആഡ് ചെയ്യും. സോ സെന്റൻസ് എങ്ങനെയായി മാറും? ദി ഷൂലർ മൈനസ് സോണസ് ഇസ് ഇൻ ബെർലിൻ. ദി ഷൂലർ മൈനസ് സോണസ് ഇസ് ഇൻ ബെർലിൻ എന്ന് വരും. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഗെനറ്റീവിൽ പക്ഷെ ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ ഗെനറ്റീവിൽ ഒരിക്കലും ജർമ്മനിൽ ഒരിക്കലും എന്ത് അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യില്ല എന്നുള്ളത്. പക്ഷേ അപ്പോസ്ട്രോഫി എസ് നമുക്ക് യൂസ് ചെയ്യാം പേരുകളുടെ കൂടെ മാത്രം. അതായത് ഒരു വ്യക്തിയുടെ പേര്, ഒരു കൺട്രിയുടെ പേര്, ആനിമൽ, സിറ്റി, ഇങ്ങനെയുള്ള സാധനങ്ങളുടെ പേര് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? നിങ്ങൾക്ക് അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, താഴെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം. രാജൂസ് മദർ ഇസ് കമ്മിങ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. രാജൂസ് മദർ ഇസ് കമ്മിങ്. ഇത് നമ്മൾ എന്താക്കി മാറ്റണ്ട? അവിടെ നമ്മൾ ഗെനറ്റീവ് കേസ് യൂസ് ചെയ്യണ്ട. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ പറയാം? രാജൂസ് മുറ്റർ കോംറ്റ്. രാജൂസ് മുറ്റർ കോംറ്റ്. ഓക്കെ, ആ രീതിയിൽ പറയാം. ഓക്കെ, സോ ഇതൊരു എക്സെപ്ഷൻ ആണ്, അതും കൂടെ മൈൻഡിൽ വെക്കാം. വൺസ് അഗെയിൻ ഞാൻ ഗെനറ്റീവ് പറഞ്ഞു തരാം. ഗെനറ്റീവ് കേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പൊസഷൻ അല്ലെങ്കിൽ ബിലോങ്ങിങ് കാണിക്കാനാണ്. അതായത് ഇംഗ്ലീഷിലെ അപ്പോസ്ട്രോഫി എസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഗെനറ്റീവ് എന്നുള്ളത്. നമുക്കറിയാം അപ്പോസ്ട്രോഫി എസിന് നമുക്ക് ഓഫ് ഉള്ള ഒരു സെന്റൻസ്, ഓഫ് എന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്തിട്ട് മാറ്റി എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ അപ്പോസ്ട്രോഫി എസിന്റെ കൂടെ തന്നെ ഓഫ് എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഗെനറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആർട്ടിക്കിൾ ചേഞ്ചസ് നോക്കി. മാസ്കുലിനിൽ ഇ എസ് എൻഡിങ് വരും, ഫെമിനിനിൽ ഇ ആർ എൻഡിങ് വരും, നോയ്ത്രൂമിൽ ഇ എസ് എൻഡിങ് വരും, പ്ലൂരലിൽ ഇ ആർ എൻഡിങ് വരും. ഈ ഒരു രീതിയിലാണ് എല്ലാ ആർട്ടിക്കിൾസും ഗെനറ്റീവിൽ ഫോളോ ചെയ്യുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗെനറ്റീവിൽ ഒരു റൂള് പറഞ്ഞു. ദാറ്റ് ഇസ് മാസ്കുലിനും ന്യൂട്രൽ നൗണിന്റെയും കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? നൗണിന്റെ എൻഡിൽ ഒരു എസ്ഒ ഇ എസ്ഒ നമ്മൾ ആഡ് ചെയ്യണം. ഒരു വവലുള്ളെങ്കിൽ നമ്മൾ എന്താ ആഡ് ചെയ്യാം? സിംഗിൾ വവൽ ആണെങ്കിൽ നമ്മൾ എസ് ആണോ ഇ എസ് ആണോ ആഡ് ചെയ്യാം? ഇനി മൾട്ടിപ്പിൾ വവൽസ് ആണെങ്കിൽ ഇനി ഇതിൽ തന്നെ നമ്മൾ ഒരു ചെറിയൊരു എക്സെപ്ഷൻ പറഞ്ഞു. നമുക്ക് പേരുകളുടെ കൂടെ എന്ത് യൂസ് ചെയ്യാം? അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യാം. അതായത് നെയിം ഓഫ് എ പേഴ്സൺ, കൺട്രി, ആനിമൽ, സിറ്റി, ഈ കാര്യങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഒരു അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യാം. ഇത്ര കാര്യങ്ങളാണ് ഓൾ ടുഗെദർ ഗെനറ്റീവിലുള്ളത്. ക്ലിയർ ആണോ ടോപ്പിക്? നീരജ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് ഡു സം എക്സസൈസ്. ഞാൻ ഇവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പെട്ടെന്ന് ചെയ്തേ. ആദ്യം ഫോൺ വെച്ചിട്ട് മാറ്റി എഴുതിക്കോളൂ. ദാറ്റ് ഈസ് മൈ ഫാദേഴ്സ് ഡോഗ് എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യുക? ആദ്യം ഓഫ് വെച്ചിട്ട് എഴുതുക. എന്നിട്ട് നിങ്ങൾ ഗെനറ്റീവിൽ ആക്കിയാൽ മതി. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു.
Okay, guys, completed. Done. നീരജ്, രഞ്ജു കഴിഞ്ഞായിരുന്നോ? ഇല്ല. ഓക്കെ.
കഴിഞ്ഞു. Okay, completed? Yeah. Yeah. Yes, ma'am. Okay, then let's discuss. Just wait a second. Yeah, Neeraj, first one. Neeraj? Das Hund ist meines Vaters. That is my father's dog. ഈ സെന്റൻസ് നമ്മൾ എങ്ങനെ എഴുതാ? ഓഫ് വെച്ചിട്ട് എങ്ങനെ എഴുതാ? Das Hund ist von meinem Vater. Yeah, that is my father's dog എന്നുള്ള നമുക്ക് എങ്ങനെ എഴുതാം? That is the dog of my father. അല്ലേ? The dog of my father. Is the So, dog. of my father എന്നുള്ളിടത്താണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഗെനിറ്റീവ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഒന്നുകൂടെ പറഞ്ഞ സെന്റൻസ്. Das Hund ist von meinem Vater. That is എന്നുള്ള നമ്മൾ എങ്ങനെയായിരിക്കും പറയാ? Das ist എന്ന് വരും. ഓക്കെ, das ist. Das ist. പിന്നെ Okay. the dog of my father, the dog of my father, der Hund meines Vaters എന്ന് വരും. Das ist der Hund meines Vaters. Okay, and translate it. Yeah, it's fine. Das ist der Hund meines Vaters എന്ന് വരും. ഇനി സെക്കൻഡ് വൺ, രഞ്ജു. Second one, the toys are new of the baby. No, the baby's toys are new. The baby's toys എന്നുള്ളത് ഓഫ് yes, വെച്ചിട്ടൊന്ന് yes. പറഞ്ഞേ. ഒന്നുകൂടെ ഓഫ് വെച്ചിട്ട് പറഞ്ഞേ. The baby's toys. That's baby's. ഇംഗ്ലീഷിൽ പറയൂ. The baby's toys എന്നുള്ളത് ഓഫ് വെച്ചിട്ടൊന്ന് പറഞ്ഞേ. The baby's toys of The baby's toy എന്നുള്ളടത്ത് the baby's നമ്മൾ അപ്പോ just wait. are of Just new. wait. Just wait. The baby's toys എന്നുള്ളത് നമ്മൾ എന്താണ് ഓഫ് വെച്ച് പറയാൻ പോവാ. അപ്പൊ എങ്ങനെ പറയാം? ബേബിയുടെ ടോയ്സ് ആണ്. ഇനി നമ്മൾ എങ്ങനെയാ പറയേണ്ടത്? The toys of baby. ഓക്കെ, ഓഫ് വരുമ്പോ അങ്ങനെയല്ലേ വരിക? സെക്കൻഡ് വൺ ആദ്യം വരും, എന്നിട്ട് ഓഫ് വെച്ചിട്ട് അപ്പോസ്ട്രോഫി എസ് ഉള്ള പറയും. The baby's toys, the toys of baby, my father's dog, the dog of my father. ക്ലിയർ ആയോ? ഓഫ് കഴിഞ്ഞ് വരുന്നത് അപ്പോസ്ട്രോഫി എസ് ഉള്ള നൗൺ ആയിരിക്കും. സോ the toys of the baby are new എന്ന് വരും. ഇനി അത് ജർമ്മനിൽ എങ്ങനെയായിരിക്കും വരിക? Just please German. phone. Phone. Does baby new? Das baby അല്ല. ഫോൺ വരുമ്പോ ഫോൺ them baby ist neu. ഫോൺ them baby ist neu. ഇനി ഗെനിറ്റീവിൽ അതെങ്ങനെയാ വരിക? Das Spielzeug. ഇയാളുടെ വോയിസ് ബ്രേക്ക് ആവുകയാണോ അതോ എനിക്ക് തോന്നുന്നു?
അതിന്റെ ആൻസർ വിൽ ബി Das കേൾക്കുന്നുണ്ടോ madam? Spielzeug. Das Spielzeug des Babys ist neu. Okay, so നമ്മൾ എന്താണ് ഗെനിറ്റീവിലേക്ക് ആക്കുന്നത്? The toys of the baby are new. Of the baby എന്നുള്ളിടത്താണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഗെനിറ്റീവ് ആർട്ടിക്കിൾ കൊടുക്കേണ്ടത്. ബേബി എന്നുള്ളത് നോയ്ത്രുമാണ്. നോയ്ത്രുമിലെ ഗെനിറ്റീവ് ആർട്ടിക്കിൾ എങ്ങനെ വരിക? ദാ എന്നുള്ളത് ഡെസ് വരും, ഡെസ്. ഇനി ബേബി എന്നുള്ളത് എന്താണ്? നോയ്ത്രുമാണ് അല്ലെ? നോയ്ത്രുമിന് നമ്മൾ ഇയോ ഇയസോ ആഡ് ചെയ്യണം. ഇവിടെ എത്ര വവ്വൽ വരുന്നുണ്ട് ബേബി എന്നുള്ളതിൽ? ഒന്നുള്ളൂ. സോറി ജെസ്സി, അപ്പൊ ഞാൻ ആൻസർ വായിച്ചുതരാം. എനിക്ക് നിങ്ങളുടെ വോയിസ്, രഞ്ജുയുടെ വോയിസ് നന്നായിട്ട് ബ്രേക്ക് ആവുന്നു. ആൻസർ വിൽ ബി Das Spielzeug des Babys ist neu. Okay? Das Spielzeug des Babys ist neu എന്ന് വരും. ഡി അല്ല പറഞ്ഞ? എന്തായിരുന്നു? ഡി അല്ല. ഓക്കെ. അവിടെ Spielzeug എന്നാണല്ലേ? ടോയ്സ് ആണ്. സോ ഇറ്റ് വിൽ ബി ദി. If it is singular, it will be das. Okay. Clear. Yeah, correct. മാം ഈസ്റ്റ് അന്നേരം ചേർക്കാൻ പറ്റുമോ? ഈസ്റ്റ് വേണം, verb വേണം. Verb is compulsory. Verb ഇല്ലെങ്കിൽ ഒരു സെന്റൻസ് ഇല്ലല്ലോ. ഇനി നെക്സ്റ്റ് വൺ നീരജ്. Sie tragt die Kleidung ihrer Schwester. Ja, sehr gut. Sie trägt die Kleidung ihrer Schwester. Ja, sehr gut. Any fourth one, Renju? The Mutter meiner Vaters alt. Die Mutter meines Vaters ist alt. Sehr gut. Any fifth one, Neeraj? ഈസ്റ്റ് എന്തിനാണ് അവോയ്ഡ് ചെയ്യുന്നത്? വേർബ് ഇല്ലാതെ ഒരു സെന്റൻസ് ഉണ്ടാവുമോ രഞ്ജു? സെന്റൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ് വേർബ്. ആമിസാർ വരുമ്പോ അത് മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല, അത് രണ്ടാമത് വരുമ്പോഴല്ലേ? ഓക്കെ, ഈസാമാർ നമുക്ക് ഒഴിവാക്കാം. വേറെ മെയിൻ വേർബ് ഉണ്ടെങ്കിൽ ആ സെന്റൻസിലെ ഓൺലി വേർബ് ആണ് ആര്? ഈസ് എന്നുള്ളത്. അപ്പൊ നമ്മൾ അത് ഒഴിവാക്കാൻ പാടില്ല. ഓക്കെ, വേറെ മെയിൻ വേർബ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഒഴിവാക്കുക. നെക്സ്റ്റ് വൺ നീരജ്. Die Schule meines Neffes ist ein Privatschule. Privatschule. Privatschule, okay. Ja, die Schule meines Neffes ist eine Privatschule. Sehr gut. Sehr gut. Next one again, Ranju. Die Zukunft eurer Kinder share ist wichtig. Die Zukunft eurer അല്ല, unserer. Okay? ആർ എന്നാണ്. ആർ എന്നുള്ളതിന് ഉൻസർ എന്നാണ് പറയാ. Die Zukunft unserer Kinder ist sehr wichtig. Okay? Ist sehr wichtig. Ja, die Zukunft unserer Kinder ist sehr wichtig. Kinder കഴിഞ്ഞിട്ട് ഇത് വരില്ലേ? Ist. അല്ല, കിൻഡർ എസ് വരില്ലേ? എന്തിനാണ് എസ് വരുന്നത്? മാസ്കുലിനിലും നോയ്ത്രൂമിലും മാത്രമാണ് എസ് ഉള്ളത്. എസ്ഒ ഇഎസ്ഒ. ഫെമിനിനിലും പ്ലൂറലിലും എസ്സും ഇഎസ്സും ഇല്ല. ഓക്കെ, നോയ്ത്രത്തിലാണ്, പ്ലൂറൽ അല്ല. സോറി. ഇനി നെക്സ്റ്റ് വൺ, ഞാൻ നീരജ്. എനിക്ക് നെക്സ്റ്റ് വൺ കിട്ടിയിട്ടില്ല. എനിക്ക് മനസ്സിലായി. എഴുതിയിട്ടില്ല? ഇല്ല. ഓക്കെ, രഞ്ജു. Der Film das Ende. ഓക്കെ. ഇവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി. ഇവിടെ ഞാൻ അപ്പോസ്ട്രോഫി എസ് അല്ല കൊടുത്തത്. ഞാൻ എഴുതിയത് ദാസ് എന്റെ ഫോൺ ദം ഫിലിം എഴുതി. അത് കഴിഞ്ഞിട്ട് വാസ് ഗുഡ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഫോൺ ദം ഫിലിം എന്നുള്ളതൊന്ന് ഗെനിറ്റീവിലേക്ക് ആക്കി. ഫോൺ ദം എന്നുള്ളത് എങ്ങനെ വരും? മാസ്കുലിനില് ദാ,
Das ഗെനിറ്റീവില്. Ende dem And des des ആഹാ, sehr gut. des ഉം. Films ഉം. as Filmes war ഉം. gut. Das Ende des Filmes war gut. Sehr gut. അത് തന്നെയാണ് ആൻസർ വരും. ഓക്കെ, Sehr das gut. Ende des Filmes war gut. Very War good. gut. മനസ്സിലായല്ലോ? ഈ ഓഫ് എന്നുള്ളതിന് അപ്പോസ്ട്രോഫിയസ് കൊടുത്തിട്ടില്ല എന്നുള്ളൂ, ബട്ട് നിങ്ങൾ അത് എന്തിൽ എഴുതണം? ഗെനിറ്റീവിൽ എഴുതണം. ഓക്കെ, എവിടെ ഇനി ഇങ്ങനെ ഓഫ് കണ്ടാലും നിങ്ങൾ അവിടെ ഗെനിറ്റീവ് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. Clear ആയോ? war എന്നല്ല ഇത്. വാർ എന്നാ വരിക. വാർ, Okay. വാരൻ, ഹാറ്റൻ, വാരൻ എന്നുള്ളത് യൂസ് ചെയ്യും. Okay. മേഡം അപ്പം ദാസ് എന്റെ ഒന്ന് പറഞ്ഞു മേഡം. Des Films war gut. Des Okay. Das Films. Yeah. Das dies. Okay. Yeah. ഇനി Masculine ലാസ്റ്റ് വൺ ആയിട്ടായിരുന്നു അല്ലേ? എങ്ങനെയാ വരിക? Das ist Denju, Maria's last one. house. Yeah. Das ist. Last one അല്ലേ ഇപ്പൊ പറഞ്ഞത്? Maria's house. അത് കണ്ടില്ല. Okay, okay. That one is easy. അധികം കൺഫ്യൂഷൻ ഒന്നുമില്ല. That നമ്മൾ is പറഞ്ഞു പേര് വരുമ്പോ നമ്മൾ Maria's അപ്പോസ്ട്രോഫിയസ് യൂസ് ചെയ്യുന്നുള്ളത്. സോ ഇറ്റ് വിൽ ബി ദാസ് ഇസ് മരിയാസ് ഹൗസ് എന്ന് വരും. house. ദാസ് ഇസ് മരിയാസ് ഹൗസ്. ഇനി Okay. ഗെനിറ്റീവ് കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ഒരു ചെറിയൊരു ഭാഗമുണ്ട്, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിന്റെ വർക്കുകൾ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഗെനിറ്റീവ് കേസ് പഠിച്ചു, ഗെനിറ്റീവ് കേസിൽ വരുന്ന ആർട്ടിക്കിൾസ് പഠിച്ചു. ഇനി ഒന്ന് ചിന്തിക്കുക, ഗെനിറ്റീവിന്റെ കൂടെ നമുക്കൊരു അഡ്ജക്റ്റീവ് വരികയാണെന്ന്. ഗെനിറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്ന നൗണില്ലേ, ആ നൗണിന്റെ തൊട്ട് മുന്നേ ആയിട്ട് അഡ്ജക്റ്റീവ് വരികയാണെങ്കിൽ അവിടെയും നമ്മൾ അഡ്ജക്റ്റീവ് എൻഡിങ് കൊടുക്കണം. സോ നമ്മൾ അഡ്ജക്റ്റീവ് എൻഡിങ്ങിന് ഒരു ടേബിൾ പഠിച്ചിട്ടുണ്ട്. ആ ടേബിളിൽ ഓരോ ടേബിളിലും ഇനി ഈ കേസും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഇതുവരെ പഠിച്ച ടേബിളിൽ കേസസ് ആയിട്ട് 3 കൊടുത്തിട്ടുള്ളൂ, നോമിനാറ്റീവ്, അക്യുസാറ്റീവ്, ഡാറ്റീവ്. ഇതിന് തൊട്ട് താഴെയായിട്ട് ഗെനിറ്റീവ് എന്ന് പറഞ്ഞിട്ട് 3 ടേബിളിൽ ഇതൊന്ന് ആഡ് ചെയ്യണം നിങ്ങൾ. ഓക്കെ, സോ ആദ്യം നമ്മൾ പഠിച്ച ടേബിൾ എന്തായിരുന്നു? വിത്ത് ബെസ്റ്റംറ്റ ആർട്ടിക്കിൾ, അതായത് ദായുടെയും ദിസിന്റെയും കൂടെ അഡ്ജക്റ്റീവ് എൻഡിങ് എങ്ങനെയാ വരിക എന്നുള്ളത്. അത് ഗെനിറ്റീവിൽ എങ്ങനെയാന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. മാസ്കുലിനിൽ EN ആയിരിക്കും, ഫെമിനിനിൽ EN, നോയ്ത്രൂമിൽ EN, പ്ലൂരലിൽ EN. ഓക്കെ, പിന്നെ നമ്മൾ രണ്ടാമത് പഠിച്ചതായിരുന്നു വിത്ത് ഉൺബെസ്റ്റുംറ്റ ആർട്ടിക്കിളും പൊസസീവ് പ്രോണോമനും കൈനും. അതിൽ ഗെനിറ്റീവിൽ എങ്ങനെയാ വരിക എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മാസ്കുലിനിൽ ES, ഫെമിനിനിൽ ER, നോയ്ത്രൂമിൽ ES, പ്ലൂരലിൽ ER. ഇനി ഓൺ ആർട്ടിക്കിൾ വരാതെ ഗെനിറ്റീവ് ഒരിക്കലും വരില്ല, എന്നാലും മാസ്കുലിനിൽ ഇറ്റ് വിൽ ബി EN, ഫെമിനിനിൽ ER, നോയ്ത്രൂമിൽ EN, പ്ലൂറലിൽ ER. ഈ ആർട്ടിക്കിൾ വരാതെ ഗെനിറ്റീവ് എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ബട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ടേബിളിന് വേണ്ടിയിട്ട് ഉള്ളതാണിത്. നമ്മൾ അധികം ഈ ആർട്ടിക്കിൾ ഇല്ലാതെ യൂസ് ചെയ്യില്ലത്. ഓക്കെ, സോ എനിവേ നമുക്ക് അതിന് എക്സാമ്പിൾസ് നോക്കാം. ദിസ് ഈസ് ദി ഓൾഡ് മാൻസ് ഹൗസ്. ഈ സെന്റൻസ് ഒന്ന് ഓഫ് വെച്ചിട്ട് പറഞ്ഞേ. ദിസ് ഈസ് ദി ഓൾഡ് മാൻസ് ഹൗസ്. This house is of the old man. ദിസ് ഹൗസ് എന്നുള്ള നിങ്ങൾ ഈ ഭാഗം നിങ്ങൾ ചേഞ്ച് ചെയ്യരുത്. ഇവിടെ മാത്രമാണ് നിങ്ങൾ ഓഫ് വെച്ചിട്ട് ചേഞ്ച് ചെയ്യേണ്ടത്. ദിസ് ഈസ് This house house is of of my old man. ദിസ് ഈസ് എന്നുള്ളത് അങ്ങനെ തന്നെ വെക്കണം. അടുത്ത ഭാഗം is- മാത്രമേ This is the house of the old. ദിസ് ഈസ് ദി ഹൗസ് ഓഫ് ദി ഓൾഡ് മാൻ Of എന്ന് the വരും. old man. സോ ഓഫ് ദി ഓൾഡ് മാൻ, ഓഫ് ദി ഓൾഡ് മാൻ എന്ന് വന്നു അല്ലെ. ഓഫ് കഴിഞ്ഞിട്ട് ഓൾഡ് മാൻ, ഓൾഡ് എന്നുള്ള അഡ്ജക്റ്റീവും കൂടെ അവിടെ വന്നു, മാന്റെ തൊട്ട് മുന്നേ ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ അവിടെ എന്താ ആഡ് ചെയ്യണം? അഡ്ജക്റ്റീവ് എൻഡിങ് ഓൾഡ് എന്നുള്ളതിന് കൊടുക്കണം അല്ലെ. സോ മാസ്കുലിനിലാണ് നമ്മൾ ആദ്യം ഗെനിറ്റീവ് ആക്കണം, ഓഫ് ദി ഓൾഡ് മാൻ. മാസ്കുലിനിൽ ദാ എന്നുള്ളത് എങ്ങനെ പറയും? ഗെനിറ്റീവില് Ian. Ian. ES എന്ന് പറയും. ദസ് എന്ന് ദാ, thus. ആദ്യം ഗെനിറ്റീവ് കൺവേർട്ട് ചെയ്യാം നമുക്ക്. Okay. മാസ്കുലിനില് ദാ എന്നുള്ളത് ഗെനിറ്റീവില് ദസ് എന്ന് പറയും. പിന്നെന്തായിരുന്നു? പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് മാസ്കുലിൻ ആണ്, സോ നമ്മൾ ESO ഇയോട്ട് കൊടുക്കണം. മാൻ എന്നുള്ളതില് എത്ര വവൽസാ? ഒന്ന്. അപ്പം ES ആണോ S ആണോ? Yes. മാനസ് എന്ന് വരും. ഓക്കെ, പിന്നെ ഇനി നമ്മൾ അഡ്ജക്റ്റീവിന് എൻഡിങ് കൊടുക്കുകയാണ് ആൾട്ട് എന്നുള്ളതിന്. അപ്പൊ ഇത് ബെസ്റ്റംറ്റ ആർട്ടിക്കിളിലാണല്ലേ നമ്മൾ നോക്കുന്നത്. ബെസ്റ്റംറ്ററിൽ മാസ്കുലിനിൽ ഏത് എൻഡിങ്ങാ വരുന്നത്? Ian.
en ending വരും. So it will be das ist das Haus des alten Mannes എന്ന് വരും. Das ist das Haus des alten Mannes. ആദ്യം ഗെനിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് അഡ്ജക്റ്റീവിന് എൻഡിങ് കൊടുക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് വൺ is my young sister's car is blue. My young sister's car is blue. ഇനി ഇതൊന്ന് ഓഫ് വെച്ചിട്ട് പറയൂ. The blue car is of my young sisters. No, 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 ഞാൻ പറഞ്ഞു. Sorry, My sorry. young sister's okay, car. എപ്പോഴും തുടക്കം മാറ്റരുത് അല്ലേ നമ്മള് My എല്ലാത്തിന്റെ young sister's car എന്നുള്ള എങ്ങനെയായിരിക്കും വരിക? The car of my young Car of- sister. the Yeah, car of the my- car of my young sister. The car of my young sister is blue എന്ന് വരും. ഓക്കെ, ഇനി ഓഫ് മൈ യങ് സിസ്റ്റർ എന്നുള്ളതാണ് നമ്മളെ ഗെനിറ്റീവ്. സോ ഫെമിനിൻ ആണ്. ഫെമിനിനിൽ മൈ എന്നുള്ളത് എങ്ങനെയാ ഗെനിറ്റീവിൽ വരുന്നത്? മൈനർ. മൈനർ എന്ന് വരും. ദസ് ഔട്ടോ മൈനർ യുങ് ഷ്വെസ്റ്റർ ഇസ് ബ്ലൗ. ഇനി യുങ് എന്നുള്ളതിന് എൻഡിങ് കൊടുക്കണം. മൈൻ എന്നുള്ളതിന് നമ്മൾ ഏത് ചാർട്ടാ എടുക്കുക? ഫസ്റ്റത്താണോ സെക്കൻഡത്താണോ തേർഡ് ആണോ? Best. ഓൺ ബെസ്റ്റിംറ്റർ. ഓൺ ബെസ്റ്റിംറ്ററിൽ ഫെമിനിനിൽ എൻഡിങ് എന്താ വരുന്നത്? ഇയർ. Year. So it will be das Auto meiner Schwester. Sorry, das Auto meiner junger Schwester ist blau. Junger Schwester ist blau എന്ന് വരും. Okay. We coming to last one. Old woman's house is big. The house of old woman is big. sorry. Okay. അവിടെ the house of old woman is ഓക്കെ, big. ഇത് ഞാൻ ഓൺ ആർട്ടിക്കിളിന് ഒരു എക്സാമ്പിൾ കൊടുത്തതാണ്. ബേസിക്കലി ഈ ഓൺ ആർട്ടിക്കിൾസ് നമ്മൾ ഗെനിറ്റീവിൽ പൊതുവെ യൂസ് ചെയ്യില്ല, ബിക്കോസ് ഗെനിറ്റീവ് കേസ് ഇറ്റ് സെൽഫ് ഇസ് ഡിപ്പെൻഡഡ് ഓൺ ആർട്ടിക്കിൾസ്. ബട്ട് സ്റ്റിൽ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാത്തൊരു കാര്യമാണ് ഓൺ ആർട്ടിക്കിൾ വിത്ത് ഗെനിറ്റീവ്. പിന്നെ ഒരു ചെറിയ എക്സാമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തതെന്നുള്ളൂ. ഓൾഡ് വിമൻസ് ഹൗസ് ഇസ് ബിഗ്. അത് നമുക്ക് എങ്ങനെ പറയാം? ദി ഹൗസ് ഓഫ് ഓൾഡ് വുമൺ ഇസ് ബിഗ് എന്ന് പറയാം, അല്ലെ? ദി ഹൗസ് ഓഫ് ഓൾഡ് വുമൺ ഇസ് ബിഗ്. അത് നമ്മൾ ഗെനിറ്റീവിലേക്ക് ആർട്ടിക്കിൾ ഇല്ലാതെ കൊടുത്തിരിക്കുകയാണ്. സോ ഓൺ ആർട്ടിക്കിൾ ഫെമിനിനിൽ എങ്ങനെയാണ് അഡ്ജക്റ്റീവ് എൻഡിങ് വരുന്ന ഗെനിറ്റീവിൽ? ഫെമിനിൻ ഓൺ ആർട്ടിക്കിൾ ER വരും. സോ ഇറ്റ് വിൽ ബി ദാസ് ഹൗസ് ആൾട്ടർ ഫ്രൗ ഇസ്റ്റ് ഗ്രോസ്. ബേസിക്കലി നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യില്ല, നമ്മൾ ആർട്ടിക്കിൾ വെച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യാറ്. ബട്ട് സ്റ്റിൽ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തെന്നുള്ളൂ. ഗെനിറ്റീവ് ഇസ് എ പ്ലേ ഓഫ് ആർട്ടിക്കിൾസ് ഓൺലി. സോ ഇത് ഓവർ കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, യാ. സോ ഇതാണ് അഡ്ജക്റ്റീവ് എൻഡിങ് വരുന്നത്. അഡ്ജക്റ്റീവ് എൻഡിങ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, നമുക്ക് ഓൾറെഡി അറിയുന്ന ടോപ്പിക് ആണ്. അത് ഗെനിറ്റീവിൽ എങ്ങനെ വരും എന്നുള്ളൊരു ചാർട്ട് ഞാൻ പരിചയപ്പെടുത്തി. ആൻഡ് താഴെ ഞാൻ 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ് നൗ ഇറ്റ് സെൽഫ്. എന്നിട്ട് എനിക്ക് ഗ്രൂപ്പിൽ അയച്ചു തരാം. ഓക്കെ, നൗ ഇറ്റ് സെൽഫ്. ക്ലാസ് കഴിഞ്ഞ ഉടനെ എനിക്ക് സബ്മിറ്റ് ചെയ്യണം. ഫൈൻ. ഓക്കെ മാഡം, എനിക്ക് കുറച്ച് ഡ്യൂട്ടിക്ക് കയറേണ്ടതുകൊണ്ട് ഞാൻ ഒരു ഉച്ചയ്ക്ക് മുന്നേ അയക്കാം. ഓക്കെ ഓക്കെ, ഫൈൻ. ആൻഡ് ഈ ടോപ്പിക്കിൽ വല്ല ഡൗട്ടും ഉണ്ടോ? ഗെനിറ്റീവ് എവിടെയെങ്കിലും? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഒന്ന് അയച്ചോളൂ കേട്ടോ, മറക്കണ്ട. ഓക്കെ, താങ്ക് യു മാം. യാ, ബാക്കി നമുക്ക് ഇനി മൺഡേ ഡിസ്കസ് ചെയ്യാം. Till then, choose. Danke. Tschüss. Schonen Organ. ഓക്കെ, യാ. താങ്ക് യു. Okay, thank you.